ഒന്നും ഓർക്കാതെ കണ്ട് ആസ്വദിക്കാം. രസച്ചരട് മുറിയാതെ രവീന്ദ്ര നീ എവിടെയാ റിവ്യൂ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അസീസ് നെടുമങ്ങാടിന് അനൂപ് മേനോനൊപ്പം രസകരമായ ചില മുഹൂർത്തങ്ങൾ സിനിമയിൽ ഉണ്ടാകാനുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് ബെല്ലൈക്കൺ അമർത്തുക. അനൂപ് മേനോൻ, ഷീലു എബ്രഹാം, ധ്യാൻ ശ്രീനിവാസൻ, അസീസ് നെടുമങ്ങാട് തുടങ്ങിയവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി മനോജ് പാലോടൻ സംവിധാനം ചെയ്ത രവീന്ദ്ര നീ എവിടെയാ തിയേറ്ററുകളിൽ എത്തി. കുടുംബ പ്രേക്ഷകരെ ലക്ഷ്യമിട്ടൊരുക്കിയ ചിത്രം ടാർഗറ്റ് ഓഡിയൻസിനിടയിൽ വർക്കാകുന്ന പ്രമേയമാണ് കൈകാര്യം ചെയ്യുന്നത്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിലെ ഉദ്യോഗസ്ഥനായ രവീന്ദ്രന്റെ കുടുംബജീവിതത്തിലുണ്ടാകുന്ന സംഭവങ്ങൾ ഔദ്യോഗിക ജീവിതത്തെ കൂടി ബാധിക്കുന്നു. രവീന്ദ്രൻ എന്ന കഥാപാത്രത്തെയും അയാളുടെ കുടുംബത്തെയും എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതാണ് ആദ്യ പകുതി. സിനിമയുടെ പേര് സൂചിപ്പിക്കും പോലെ രവീന്ദ്രനെ കാണാതെയാകുന്നു. രവീന്ദ്രൻ എവിടെയാണെന്ന അന്വേഷണവും അയാളുടെ തിരിച്ചറിവുകളുമാണ് രണ്ടാം പകുതിയിൽ. സിനിമ രവീന്ദ്രനായി അനൂപ് മേനോൻ എത്തുമ്പോൾ ഭാര്യ ബിന്ദു ആകുന്നത് ഷീലു എബ്രഹാമാണ്. ജോൺകുട്ടി എന്ന കഥാഗതിയെ സ്വാധീനിക്കുന്ന കഥാപാത്രമായാണ് ധ്യാൻ ശ്രീനിവാസിൻ്റേത്. സുഹൃത്തിന്റെ വേഷത്തിൽ എത്തുന്ന അസീസ് നെടുമങ്ങാടിന് അനൂപ് മേനോനൊപ്പം രസകരമായ ചില മുഹൂർത്തങ്ങൾ സിനിമയിൽ ഉണ്ടാകാനുണ്ട്. അബ മൂവീസിന്റെ ബാനറിൽ ഷീലു എബ്രഹാം അവതരിപ്പിച്ച് എബ്രഹാം മാത്യു നിർമ്മിച്ചിരിക്കുന്ന ചിത്രത്തിന്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത് നിരവധി ഹിറ്റ് കോമഡി ചിത്രങ്ങൾ തിരക്കഥ ഒരുക്കിയ കൃഷ്ണ പൂജപ്പുരയാണ്. സിനിമയിൽ മനോഹരമായി ഒരുക്കിയിരിക്കുന്ന 2 പാട്ടുകളുണ്ട്. BK ഹരിനാരായണന്റെ വരികൾക്ക് സംഗീതം നൽകിയിരിക്കുന്ന കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവ് കൂടിയായ പ്രകാശ് ഉള്ളേരിയാണ്. ഹരിഹരൻ, ശങ്കർ മഹാദേവൻ എന്നിവരാണ് ആലാപനം. ഷീലു എബ്രഹാം അവതരിപ്പിച്ച ബിന്ദു പ്രേക്ഷകർക്ക് കണ്ടു പരിചയമുള്ള ഒരാളായി തന്നെ തോന്നും. സിദ്ദിഖ്, സെന്തിൽ കൃഷ്ണ, സജിൻ ചെറുകയിൽ, സുരേഷ് കൃഷ്ണ, മേജർ രവി തുടങ്ങിയവരും അവരുടെ വേഷങ്ങൾ നന്നായി അവതരിപ്പിച്ചിട്ടുണ്ട്. രസകരമായി ചേർത്തുവച്ച സന്ദർഭങ്ങളൊപ്പം നർമ്മം കൂടി ചേർത്ത് ഒരു ഓർക്കാതെ കണ്ട് ആസ്വദിക്കാവുന്ന ഒരു കൊച്ചു സിനിമയാണ് രവീന്ദ്ര നീ എവിടെയാ. റിയലിസ്റ്റിക് ആയ ഒരു ഫാമിലി ഹ്യൂമർ സിനിമയായി പ്രേക്ഷകന് കണ്ട് ആസ്വദിക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് ബെല്ലൈക്കൺ അമർത്തൂ.